നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കാസർഗോഡ് സെന്ററിന് എ വിമൺ അസോസിയേഷൻ ഓഫ് കാസർഗോഡ് ഫോർ എംപവർമെന്റ് എ വേക്ക് മെഡിക്കൽ ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ സംഭാവന ചെയ്തു. സംഘടനയുടെ ഭാരവാഹികളായ സർഫുന്നിസ, യാസിൻ മുസ്തഫ, മറിയാബി, സലാഹുദ്ദീൻ എന്നിവരിൽ നിന്ന് ആൽഫ കാസർഗോഡ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുസ്തഫ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിസിസ് എലിസബത്ത്, എറണാകുളം ജില്ലാ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ എൽദോസ് കെ തങ്കച്ചൻ, ഇടുക്കി ജില്ലാ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ലിഡ സിറിയറ്റ്, ഷീന ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ നാട്ടിക SN കോളേജിലെ ആരുഷ് ക്ലബ് അംഗങ്ങൾ ആൽഫ തളിക്കുളം സെന്റർ സന്ദർശിച്ചു. സെന്ററിലെ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി പരിചരണത്തിലിരിക്കുന്നവരുമായി സംവദിച്ച വിദ്യാർത്ഥികൾ ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് മടങ്ങിയത്. ആൽഫ കൊടുങ്ങല്ലൂർ സെന്ററിൽ സന്നദ്ധ പ്രവർത്തകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് പരിചരണത്തിൽ വോളണ്ടിയർമാരുടെ പങ്ക് എന്ന വിഷയത്തിൽ നടത്തിയ പരിശീലന പരിപാടിയിൽ ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു ക്ലാസ് നയിച്ചു. മരിക്കുന്നതല്ല മോശം, മരിക്കാറായ ഒരാളെ അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതാണ് മോശം. മരിക്കാറായ ഒരാൾ വേദന കൊണ്ട് കരയുമ്പോൾ നിങ്ങളുടെ കിഡ്നി ശരിയല്ല, നിങ്ങളുടെ ലിവറിന്റെ പ്രവർത്തനം മോശമാണ്, നിങ്ങളുടെ ശ്വാസകോശത്തിന്റെയും ഹാർട്ടിന്റെ ഒക്കെ പ്രവർത്തനം മോശമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വേദനാ സംഹാരികളൊന്നും ഞങ്ങൾ തരില്ല, ഈ വേദനയൊക്കെ സഹിച്ചോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പല രോഗികളും പല്ല് കടിച്ചും ഞെരങ്ങിയും കരഞ്ഞും മണിക്കൂർ ദിവസങ്ങളോളം ഉറങ്ങാതെയൊക്കെയാണ് അവസാന ആഴ്ചകളൊക്കെ ചെലവഴിക്കുന്നത്. വേദനാ സംഹാരികൾ ചോദിക്കുമ്പോൾ ഇല്ല തരില്ല എന്നുള്ള ഒരു സമീപനം ഡോക്ടർമാരും നമ്മളും കുടുംബാംഗങ്ങളും പലപ്പോഴും ആ രീതിയാണ് സ്വീകരിക്കാറ്. ആൽഫ കൊടുങ്ങല്ലൂർ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഹോം കെയർ സന്ദർശനത്തിൽ പങ്കെടുക്കുന്ന വോളണ്ടിയർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. പുനർജനി ഹാളിൽ നടന്ന യോഗത്തിൽ സെന്റർ പ്രസിഡന്റ് KA ഖദീജാബി അധ്യക്ഷത വഹിച്ചു. വനിതാ വിഭാഗം അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ, സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.